ആദ്യം സിംഗിൾ. പിന്നെ എന്റെ ഫേവറേറ്റ് കാർ ചോദിച്ചിട്ടുണ്ട്. പഠിക്കാൻ മോട്ടിവേഷൻ വേണം. ദേവനന്ദ, വൈ യു സോ അട്രാക്റ്റീവ്. ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ പുറത്തുമ്പോ എപ്പോഴും അതിലൊക്കെ 2-3 ആൾക്കാരെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഇനി ഇൻകം ഫ്രം ഇൻസ്റ്റ ആണ് ചോദിച്ചിട്ടുണ്ട്. ബസ് ഐ ഡി, ട്രാഫിക് മോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. ഹൗ ടു മാനേജ് ഹെയർ ലൈക്ക് ഹെൽത്തി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു Q&A. അപ്പോൾ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊരു എല്ലാത്തിന്റെയും ആൻസറുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ലാഗ് അടിപ്പിക്കാണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ Q&A സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലാപ്ടോപ്പ് ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് നോക്കിയിട്ട് പറയാലോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് മൈക്കോട് വെക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യമാൽ H007 ഫേവറേറ്റ് ആക്ടർ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് ആക്ടർ മമ്മൂട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ. പിന്നെ തമിഴില് ആണെങ്കിൽ സൂര്യ എന്റെ മമ്മൂട്ടിയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഫേവറേറ്റ് ആക്ടർ ചോദിക്കുമ്പോൾ 2 പേരാണ് എന്റെ ഫേവറേറ്റ് ആക്ടേഴ്സ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഭിനവ് ചോദിച്ചേക്കുന്നത് ഫോറിനിൽ പോവാൻ പ്ലാൻ ഉണ്ടോ? ഫോറിനിൽ പോവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ പ്ലാനുകളൊന്നുമില്ല. ചിലപ്പോ പോകുന്ന എനിക്കറിയില്ല. അത് പ്ലാൻ ആയിട്ടൊന്നും ഇപ്പൊ തൽക്കാലില്ല. പിന്നെ ESH ഫോറിൻ ഇഷാന്നാണോ എനിക്ക് അറിയില്ല. ബ്രോ എന്താ പൊളൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊളൈറ്റ് എന്താ വെച്ചാ അങ്ങനെ അതെന്താ ചോദിച്ചാൽ എനിക്കറിയില്ല. മറ്റേ വീഡിയോയുടെ റിപ്ലൈ കണ്ടിട്ടാവും ഇൻസ്റ്റാഗ്രാമില്. പൊളൈറ്റ് എന്താ വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെയാണ്, പിന്നെ അങ്ങനെ തന്നെയാണ് എപ്പോഴും. അപ്പോ എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പല്ല് കെട്ട് ബ്രോ, അപ്പോ ജോ സെറ്റ് ആവും. സിയാദ് പല്ല് ഞാൻ മുമ്പ് കെട്ടിയിരുന്നതാണ്. അപ്പോ അത് അഴിച്ച് കുറെ നാൾ ഇട്ടിരുന്നു. അത് പല്ലൊക്കെ റെഡിയായി. പിന്നെ ഒരു സംഭവം കൂടി ഇടാണ്ടായിരുന്നു, അത് ഇട്ടില്ല ആവണു. പിന്നെ പല്ലും പിന്നെയും ആകെപ്പാടെ തിരിച്ച് പണ്ടത്തെ പോലെ തന്നെ ആയിരുന്നു. അപ്പോ പണ്ടത്തെ പോലെ അല്ല, കുറച്ചങ്ങോട്ട് മാറി അപ്പൊ ചില പിന്നെയും ഒന്നുകൂടിയും കെട്ടേണ്ടി വരും. ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം വിത്ത് സിബ്ലിങ്സ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ചേട്ടനാണുള്ളത്. ചേട്ടൻ കൊച്ചിയിലാണ്. അപ്പോ സാറ്റർഡേ സൺഡേ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. ഹൗ ഡു യു സ്പെൻഡ് യുവർ ടൈം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, എന്തായാലും സാറ്റർഡേ സൺഡേ വീട്ടിലുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണ്. ശനി ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസം ഞാൻ ജോലിക്ക് അവിടെ കൊച്ചിയിലായിരിക്കും. കവസാക്കി എന്താ തോന്നുന്നു സ്പെല്ലിങ് എനിക്കറിയില്ല. അപ്പൊ മൂവി സജഷൻസ് ചോദിച്ചിട്ടുണ്ട്. മൂവി സജഷൻസ് എന്നോട് ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ അധികം സിനിമ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ അധികം സിനിമ കാണാറില്ല. കാണാൻ മലയാളം കാണാണെങ്കിൽ തന്നെ മലയാളം സിനിമകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെയൊന്നും കാണാറില്ല എന്ന് തോന്നുന്നു. ഹിന്ദിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ മലയാളം ഡബ്ബഡ് ഞാൻ കാണുള്ളൂ. അങ്ങനെയാണ്. അപ്പോ മലയാളത്തിൽ ഒരുവിധം എല്ലാം കാണാൻ നോക്കാറുണ്ട്. അപ്പോ സജഷൻസ് ഒക്കെ ചോദിച്ചാൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മൂവീസ് ഒന്നും ഉണ്ടാവില്ല, എനിക്കറിയില്ല. അൽമോണാറോ ബ്ലോക്കി സുഖല്ലേ എന്ന് സുഖം. പിന്നെ പുലിമുരുകൻ ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്യുമെന്ന് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. പുലിമുരുകന്റെ ഔട്ട്ഫിറ്റ് എന്താണ്? ഒരു ബ്ലാക്ക് മുണ്ടും ബ്രൗൺ ഷർട്ടാണെന്നാണ് എന്റെ ഓർമ്മ. അത് കുഴപ്പമില്ല, 2 നമ്മുടെ ഉള്ളതാണ്. നമുക്ക് ട്രൈ ചെയ്യാം. കുറച്ച് പേരായി ഇത് Q&A അല്ലാണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരാറുണ്ട് പുലിമുരുകൻ. അത് നമുക്ക് നോക്കാം, റെഡിയാക്കാം. ആദ്യം നമ്മൾ വായിക്കുക. അപ്പോൾ ഹൗ ടു മാനേജ് ഹെയർ ലൈക്ക് ഹെൽത്തി എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹെയറിലാണ് ഞാൻ ഒന്നും ചെയ്യാറില്ല പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കണമെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ഇടയിൽ കുറെ വെള്ളമുടികൾ വന്നു തുടങ്ങിയിട്ട് അത് കുറച്ച് ബെസ്റ്റാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഹെയറിൽ ഒന്നും ചെയ്യാറില്ല. അതാണ് മാനേജിങ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കും എന്നാണ് ചെയ്തത്. ജെയ്ക്ക് 777 സുഖമാണോ ബ്രോക്കി? ബ്രോയുടെ ലുക്ക് സീനാണ്. താങ്ക് യു. ബ്രോയുടെ ലുക്ക് സീനാണെന്ന് പറഞ്ഞത് സന്തോഷം. പിന്നെ വാസുദേവ് ചോദിച്ചത്, ബ്രോ ട്രൈ ടു ഡു ജെന്റിൽ ഡ്രസ്സിങ് ഇറ്റ് ലുക്ക് ഗുഡ്. ജെന്റിൽ ഡ്രസ്സിങ് ഉദ്ദേശിച്ചത് എങ്ങനത്തെ ടൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നോർമൽ, കാഷ്വൽ അങ്ങനത്തെ സാധനങ്ങളായി. അല്ല, കാഷ്വൽ ഫോർമൽ അങ്ങനത്തെ ആയിരിക്കും വിചാരിക്കണം. നമ്മളെല്ലാ ടൈപ്പ് ഡ്രസ്സും നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്. സോ 234 ബസ് ID ട്രാഫിക് മോഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. അപ്പോൾ ബസ് IDയുടെ ഒരുവിധം എല്ലാ ട്രാഫിക് മോഡിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വർക്ക് ആവാത്ത എന്താണെന്ന് എനിക്കറിയില്ല. എന്താ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മറ്റേ ടെക് അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോ
അപ്പൊ ഇത് പറഞ്ഞുതരാം. പിന്നെ ആദ്യത്തെ 2009 എനി ഇൻകം ഫ്രം ഇൻസ്റ്റ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമില് പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇൻകം കിട്ടും. പിന്നെന്താണ്, അത് മാത്രമല്ല, വേറൊന്നുമില്ല. അതും ഇടയ്ക്കൊക്കെ കിട്ടുള്ളൂ വല്ലപ്പോഴൊക്കെ. പിന്നെ തുടക്ക സമയത്ത് ഞാൻ കൂടുതൽ, അതായത് തുടക്കം തന്നെ കുറച്ചാൾ മുമ്പൊക്കെ ഞാൻ ബാർട്ടറായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അതായത് എനിക്ക് പ്രൊഡക്ട്സ് കുറെ കിട്ടും. ഷൂ, വാച്ച്, എന്താ പറയാ, ഡ്രസ്സ്, ടീഷർട്ട്, പാൻറ്, അങ്ങനെ സംഭവങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ബാർട്ടർ കുറെ പ്രശ്നമായിരുന്നു കുറെ നാൾ കൂടുതൽ. മുഹമ്മദ് മാഹിൻ പ്ലേസ് എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് പെരിങ്ങോട്ടുകരയാണ് പ്ലേസ്. തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലം. തൃപ്പയാതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും കൂടുതൽ പേർക്ക്. അപ്പൊ അതിന്റെ തൊട്ടടുത്താണ് പെരിങ്ങോട്ടുകര. അപ്പൊ അവിടെയാണ് എൻ്റെ വീട്. എനിമേ ഡ്രസ്സ് വീഡിയോ വേണം. എനിമേ ഡ്രസ്സ് ലൂഫിയുടെ ഒരു ഡ്രസ്സ് ഉണ്ട്, ഞാൻ അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ബോൾസ് നമ്മുടെ ഗോക്കുവിന്റെ ഒരെണ്ണുണ്ട്. ഗോക്കും വെജീറ്റയുടെയും ഒരു കോമ്പിനേഷനുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ വേറെ എനിമേ ഡ്രസ്സുകൾ വേറെ ഒന്നും കൂടി ഉണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ എനിമയെ കാണാറൊന്നുമില്ല, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഞാൻ അങ്ങനെ കാണാറില്ല, പക്ഷെ അതിലത്തെ ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പൊ അതിന്റെ കുറച്ചെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ടീഷർട്ട് ഉണ്ട്. അദ്വൈത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത്. മെസ്സേജുകളും കമന്റുകളും ഇഷ്ടം പോലെ വരും. അപ്പോൾ ഒക്കെ റിപ്ലൈ കൊടുക്കാൻ നോക്കിയാൽ പറ്റൂല. ഒരു ഇതെല്ലാം ഞാൻ അങ്ങനെ റിപ്ലൈ കൊടുത്ത് തീർക്കാറുണ്ട്. എന്നാലും പിന്നെയും കുറെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറെ പേര് മെസ്സേജ് താഴോട്ട് പോയില്ല കുറെ. അപ്പോൾ അതായിരിക്കും റിപ്ലൈ കൊടുക്കാൻ വൈകുന്നത്. റിപ്ലൈ കിട്ടാത്തതുകൊണ്ടെങ്കിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കാം. അപ്പൊ ഞാൻ മുകളിൽ കാണുന്നവരൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഹിം ചോദിച്ചിട്ടുണ്ട്, ആർ യു സിംഗിൾ? യെസ്, ഐ ആം സിംഗിൾ. പെണ്ണ് കെട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്നും നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവോ? സുഖമല്ലേ മുത്തേ? സുഖം, അടിപൊളി. ക്ലാസി ANAS ബിഗ് ഫാൻ ആണ്. ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്ന് നോക്കുവോ? അറിയാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജുകളുണ്ട്. അത് എല്ലാത്തിനും നോക്കി റിപ്ലൈ കൊടുത്താൽ തീരൂല. അതാണ്. എന്നാലും ഞാൻ മിക്ക ദിവസം കൊത്തന്നെ ഇങ്ങനെ കൊടുത്ത് തീർക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ തീരും. പിന്നെ കുറെ ഫാൻ ബോയ് ഇഷ്ടമാണ്, അങ്ങനെ കുറെ നല്ല മെസ്സേജുകൾ ഇട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ താങ്ക് യു. ESSFHNI ഹൂ ഗീവ് യു ദിസ് നെയിം? ഹൂ ഗീവ് യു ദിസ് നെയിം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഈ പേര് തന്നത്. ഇൻസ്റ്റാ പേജ് ഫ്രീയിലൊന്ന് പ്രൊമോട്ട് ആക്കുമെന്ന്. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ചോദ്യങ്ങളുണ്ട്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു പ്ലേ എ സൂപ്പർ ഹീറോ ക്യാരക്ടർ, വിച്ച് ക്യാരക്ടർ വുഡ് യു ചൂസ്? വിച്ച് ക്യാരക്ടർ വുഡ് യു ചൂസ് എന്നൊക്കെ ചോദിച്ചാൽ സൂപ്പർമാൻ എടുക്കാൻ. കാരണം എന്റെ സൈസ് ആണല്ലോ, എന്റെ പേര് എസ് ആണല്ലോ. അപ്പോൾ സൂപ്പർമാൻ്റെ എസ് ആണല്ലോ. അപ്പൊ അങ്ങനെ സൂപ്പർമാൻ ആയിരിക്കും നല്ലത്. HRZ അൾട്രോൺ ആണ് എന്താണ് പേര് തോന്നുന്നു. കമ്മിറ്റഡ് ആണോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് കമ്മിറ്റഡ് ആണോ മെസ്സേജുകളുണ്ട്. നോട്ട് കമ്മിറ്റഡ്. അല്ല, ഒരു കമ്മിറ്റിയിലും ഇല്ല. ജംഗ്ലി റമ്മി കളിക്കാതെന്ന് തോന്നുന്നു. ജംഗ്ലി റമ്മി ഞാൻ കളിക്കാറില്ല. ഞാൻ ഗെയിംസ് തന്നെ കളിക്കാറില്ല. ഗെയിംസ് തന്നെ വല്ലപ്പോഴും വീഡിയോ എടുക്കുമ്പോഴും വല്ലപ്പോഴൊക്കെ മാത്രമേ കളിക്കാറുള്ളൂ. ജംഗ്ലി റമ്മി എന്തായാലും കളിക്കുന്നില്ല. ദേവനന്ദ വൈ യു സോ അട്രാക്റ്റീവ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാടുണ്ടല്ലോ. എന്റെ സ്കിൻ, എന്റെ ഫേസ്, എന്റെ ബാധ്യ. ബ്രോ എന്റെ പേര് അടുത്ത വീഡിയോയിൽ പറയുമെന്ന് വെച്ചിട്ട് BOZZCO ബോസ്കോ എന്നാ തോന്നും. അപ്പൊ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. നിങ്ങൾ മമ്മൂട്ടിയുടെ കളങ്കാവൽ മൂവിയിലെ ലുക്ക് ചെയ്യ് പ്ലീസ്. കളങ്കാവൽ മൂവിയിലെ ലുക്ക് എന്താണ്? ചെക്ക് ഷർട്ടാണോ എന്നാണ് എൻ്റെ ഓർമ്മ. അത് നമുക്ക് നോക്കാം. ഹൂ ഇൻസ്പയർഡ് യു ആൻഡ് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് യു ബിഗിൻ ദിസ്? അതായത് ഇൻസ്പിറേഷൻ ഒന്നുമില്ല, എൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ തന്നെ. അപ്പോ ഇത് തുടങ്ങിയതാ വെച്ചാൽ എനിക്കിങ്ങനെ എന്റെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതന്നെയാണ് മെയിൻ കാരണം. പിന്നെ ഭയങ്കര ഫേമസ് ആവുന്നത്, ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പൊ പുറത്തും എപ്പോഴും അതിലൊക്കെ 2-3 ആൾക്കാരെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന സംഭവമാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. വേറെ ആൾ സെയിം സംഭവം ചോദിച്ചിട്ടുണ്ട്, ബ്രോഡ് ഇൻസ്പിറേഷൻ ആരാണ്? ബ്രോ ഈ റീൽസ് ഒക്കെ ഇടാൻ പിന്നെ മുന്നോട്ട് പോകാനും. ഞാൻ വന്നില്ല, ഇൻസ്പിറേഷൻ നമ്മൾ തന്നെ, ഞാൻ തന്നെ ആണ് ഇൻസ്പിറേഷൻ. എനിക്ക് ഞാൻ ആഗ്രഹിച്ച കുറച്ച് സംഭവങ്ങളിൽ എത്താൻ ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പൊ അതാണ്, ആ ഒരു ഇൻസ്പിറേഷനിലാണ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതാണ് അങ്ങനെ. ചേട്ടൻ പെരിങ്ങോട്ടുകരയിലാണ്. എവിടെയാ? പെരിങ്ങോട്ടുകരയിലാണ് എൻ്റെ വീടും.
എൻ്റെ വീട് ദേവ ദേവ തിയേറ്ററിൽ വേങ്കോട്ടല്ല. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. പിന്നെ അച്ചു എക്സ് എന്നാണ് നമ്മുടെ പേര്. നിങ്ങളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, സപ്പോർട്ട് അടിപൊളിയാണ് ബ്രോ, സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ താങ്ക് യു. സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേർക്കുണ്ട്, കുറേ പേര് ഉള്ളത് എല്ലാവരോടും ഭയങ്കര താങ്ക് യു, സന്തോഷം. കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുക, അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്, വീഡിയോ അടിപൊളിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു. പിന്നെ ജിതിൻ എന്നാന്ന് തോന്നുന്നു പേര്, ജിമ്മിൽ പോയി ബോഡി സെറ്റാക്കി ഹെയറൊക്കെ ഒന്ന് വളർത്തുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ. അതായത് ജിമ്മിൽ ഞാൻ പോകുന്നുണ്ട്, കുറേ നാളായിട്ട് പോകുന്നുണ്ട്. കുറേ നാളാണ്, കുറേ കൊല്ലമൊന്നായിട്ട് പോകണില്ല, എത്രയോ കുറച്ച് 4-5 മാസമായി തോന്നുന്നു. അപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ ഹെയർ ഇപ്പൊ കട്ട് ചെയ്തുള്ളൂ. ഞാൻ അങ്ങനെ ഹെയർ അങ്ങനെ ഭയങ്കര ലോങ് ആയിട്ട് വളർത്താറില്ല, എനിക്കതിന് ഇഷ്ടമില്ല അധികം. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ വെട്ടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ 2 സൈഡും പിന്നെ താടിയും കൂടി ഇങ്ങനെ വെട്ടുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഇങ്ങനെയാണ് കൂടുതലും ഞാൻ ചെയ്യാറ്. പിന്നെ അച്ചു എന്നാണ് ഓട് പേര്, മെസ്സിയോ റൊണാൾഡോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം നെയ്മറാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണ് നെയ്മർ. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കളി കാണുന്ന ആളൊന്നുമല്ല, പക്ഷേ സ്ഥിരമായിട്ടല്ല, ഞാൻ അങ്ങനെ അധികം കാണാറൊന്നുമില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട പ്ലെയർ ആയതെന്ന് വെച്ചാൽ എനിക്ക് നെയ്മറാണ് ഇഷ്ടം. അത് എന്താണെന്ന് അറിയില്ല, അങ്ങനെയാണ്. പിന്നെ ഷാനിൽ എന്നാണ് തോന്നുന്നു പേര്. ഏജ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഏജ് 22 ആണ്. അടുത്ത ഏപ്രിൽ 23 ആവും. അപ്പോൾ അതാണ് ഏജ്. പുബാബ് വിത്ത് അങ്ങനെ എന്താണ് പേര്. ഐ ലവ് യു അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പഠിക്കാൻ മോട്ടിവേഷൻ വേണം. പഠിക്കാൻ മോട്ടിവേഷൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ പറയാനാ, പഠിച്ചാൽ നല്ല അടിപൊളിയായിട്ട് എന്നെ പോലെ റാങ്കൊക്കെ വാങ്ങിക്കാം. അതാണ് മോട്ടിവേഷൻ. അപ്പം ഇതേപോലെ ഫോട്ടോ ഒക്കെ ഇടാം, സ്റ്റാറ്റസ് ഇടാം. പിന്നെ കുറേ സ്ഥലത്തിന് കുറേ സ്വീകരണങ്ങൾ സംഭവങ്ങളൊക്കെ കിട്ടും. എല്ലാവർക്കും കുറച്ചും കൂടി ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്, നല്ല ജോലി കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ സാലങ്കയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ബ്രോ പബ്ജി കളിക്കാറുണ്ടോ? പിന്നെ മെസ്സിയോ റൊണാൾഡോടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പബ്ജി ഞാൻ കളിക്കാറില്ല. പബ്ജി അല്ല, ഞാൻ അങ്ങനെ ഗെയിമൊന്നും കളിക്കാറില്ല. പബ്ജി പണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുറച്ചാൾ കളിച്ചിരുന്നത്, അല്ലാണ്ട് ഞാൻ കളിക്കാറില്ല. എനിക്ക് ആകെ ഇഷ്ടമുള്ള ഗെയിംസ് എന്ന് പറയുന്നത്, കൂടുതൽ ഇഷ്ടമുള്ള ഗെയിംസ് എന്ന് പറയുന്നത് ഡ്രൈവിങ് അല്ലെങ്കിൽ റേസിങ് ഗെയിമുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഗെയിംസാണ് ഞാൻ പിന്നെയും കുറച്ചും കൂടി കൂടുതൽ കളിക്കാറുള്ളത്. ചേട്ടാ യു ആർ സോ കൂൾ, എങ്ങനെ കൂളായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളൈറ്റിൻ്റെ ആൻസർ വന്നില്ല. അതേപോലെ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ്, എനിക്കിങ്ങനെ ആവാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൂളായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. ചോദിക്കാവുന്നില്ല ബ്രോ, കീപ്പ് അപ്പ് വിത്ത് യുവർ ഹാർഡ് വർക്ക്. താങ്ക് യു. ഇങ്ങനത്തെ കുറേ മെസ്സേജുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മെസ്സേജ് അയക്കുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ പണ്ട്? ശ്രീകാന്ത് ഏജ് ചോദിച്ചതാണ്. നോ പ്രപ്പോസൽസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ചോദ്യങ്ങൾ. ഇതെല്ലാ ചോദ്യങ്ങളും ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് റിപ്ലൈ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ മെസ്സേജിലുണ്ട്. അപ്പോൾ അത് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞു കുറേ മെസ്സേജ് വന്നെടുക്കുന്നതുകൊണ്ട് എല്ലാം റിപ്ലൈ കൊടുത്ത് തീരൂല, അതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കാർ ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് കാറ് താറാണ് ഫേവറേറ്റ് കാറ്. പിന്നെ ലക്ഷറി കാറുകളിൽ കുറേ ഫേവറേറ്റ് ഉണ്ട്. മസ്താങ്ക്, ഡിഫൻഡർ, അങ്ങനെ കുറേ ഉണ്ട്. താറാണ് ഇപ്പോൾ വാങ്ങണം എന്നാഗ്രഹമുള്ളൊരു ഫേവറേറ്റ് കാർ. അപ്പോൾ അതാണ്. പിന്നെ ഫ്യൂച്ചർ പ്ലാൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് ഇപ്പോൾ കറൻലി വർക്ക് ഫ്രം ഹോം ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഒരു ശരിക്കുള്ള ജോബിലോട്ട് മാറാൻ ആണ് പ്ലാൻ. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഏകദേശം ഒന്ന് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. പിന്നെ അത്രയൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാനുകൾ ആയിട്ടിപ്പോൾ തൽക്കാലം ഉള്ളത്. പിന്നെന്താണ്, അപ്പം അത്രയൊക്കെയുള്ള. അപ്പോൾ ഇതെല്ലാ ചോദ്യങ്ങളും ആൻസർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു Q&A വീഡിയോ ചെയ്യാം എപ്പോഴായാലും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എത്തുന്നതായാലും നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ലാസ്റ്റ് വരെ കണ്ടിട്ടോ എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.